രണ്ടാമതായി പ്രിയപ്പെട്ടവരെ, നമ്മുടെ അമലുകളിൽ ഇബാദത്തുകളിൽ വർധനവുണ്ടാകണം. ഇബാദത്തുകളിൽ വർധനവുണ്ടാകുക എന്ന് പറഞ്ഞാൽ ആവേശത്തോടെ, ആഗ്രഹത്തോടെ, താല്പര്യത്തോടെ അമലുകൾക്ക് തൗഫീഖ് ലഭിക്കണം. അതാണ് ഇബാദത്തിൽ വർധനവുണ്ടാവുക എന്ന് പറയുന്നത്. മടിച്ച് ക്ഷീണം ബാധിച്ച് 1, 2, 3 പ്രാവശ്യമൊക്കെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി, ഒന്ന് തുപ്പി, ഒരു വെള്ളം കുടിച്ച്, 2 വർത്താനം പറഞ്ഞ്, അങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ കടിച്ചു പൊട്ടിച്ച് വലിച്ച് നീട്ടി 23 റക്അത്ത് നിസ്കരിച്ചൊപ്പിക്കുക എന്ന് പറയുന്ന ഒരു തറാവീഹിന്റെ സിസ്റ്റം ഉണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ റമദാൻ മാസത്തിൽ 23 റക്അത്ത് കടിച്ചു പൊട്ടിച്ച് വലിച്ച് ക്ഷീണം പിടിച്ച് നിസ്കരിച്ചോളണമെന്നൊന്നും ഇസ്ലാമിൽ നിയമമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇസ്ലാമിൽ തറാവീഹ് നമസ്കാരത്തിന്റെ റക്അത്തുകളെ കുറിച്ചിട്ട് ഇപ്പോഴും ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നത്. ഞാൻ എല്ലാ വർഷവും അത് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് 8 ആണോ 11 ആണോ 20 ആണോ അല്ല 40 ആണോ എന്നൊക്കെ തർക്കം വന്നത്? നമ്മുടെ ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നമസ്കാരം, ഇബാദത്ത്, ആരാധന എന്ന് പറയുന്നത് അതിന്റെ അക്കങ്ങളെയും എണ്ണങ്ങളെയും ബാഹ്യമായ നിയമങ്ങളെയും പരിഗണിച്ചുകൊണ്ടല്ല നിശ്ചയിക്കപ്പെട്ടിരുന്നത്. അതിന്റെ ഉള്ളിൽ അവിടുന്ന് പ്രകടിപ്പിച്ചിരുന്ന ഖൗഫിന്റെയും ഖശിയത്തിന്റെയും മാനസിക ബന്ധത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇബാദത്തുകളെ അളന്നിരുന്നത്, തൂക്കിയിരുന്നത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് സഹാബാക്കൾ പറയുന്നുണ്ട്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ വേണ്ടിയിട്ട് കൈകെട്ടുമായിരുന്നു. ലഹു അസീസുൻ കഅസീസിർ റുഹ, അടുത്തുപോയി നിന്നാൽ നമുക്ക് കാണാൻ കഴിയും, അല്ല കേൾക്കാൻ കഴിയും, ആ നെഞ്ചകത്തു നിന്നും ഒരു ശബ്ദം പുറത്തേക്ക് വരുന്നതായി. അസീസ്. ചില ഹദീസുകളിൽ ചില സ്വഹാബാക്കൾ പറയുന്നത് കച്ച് 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 എന്നൊരു ശബ്ദം കേൾക്കുമായിരുന്നു. എന്തിന്റെ ശബ്ദമാണ്? കരച്ചിലിന്റെ ശബ്ദം. അവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ വാക്കുകളും ഉള്ളുകൊണ്ട് പറയുമ്പോൾ അറിയാതെ ഉള്ളകം പടയ്ക്കുകയും കണ്ണുകൾ നിറയുകയും ആ നിസ്കാരത്തിനോട് പ്രത്യേക അനുഭൂതി ലഭിക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, സഹാബാക്കൾ നിരന്തരമായി അവിടുത്തോടൊപ്പം സഹവസിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അരികിൽ നിന്നിട്ട് അവർക്ക് കേൾക്കാൻ കഴിഞ്ഞ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന കരച്ചിൽ ശബ്ദമുണ്ട്. പക്ഷേ അത്ര കൃത്യമായ നിലയിൽ ആ ശബ്ദം പോലും രേഖപ്പെടുത്തിയ സഹാബാക്കൾ അവിടുത്തെ നിസ്കാരത്തിന്റെ എണ്ണത്തെ കൃത്യമായി എണ്ണാനും രേഖപ്പെടുത്താനും ഒന്നും മെനക്കെട്ടില്ല. നിങ്ങൾ എന്ത് വ്യാഖ്യാനിച്ചാലും വേണ്ടിയില്ല. ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ, നമുക്ക് എണ്ണമല്ല വലുത്, വണ്ണമാണ് വലുത്. അള്ളാഹു പരിഗണിക്കുന്നതും അത് തന്നെയാണ്. ചിലപ്പോൾ നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാത്രിയിൽ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിന്നുകൊണ്ട് ഒറ്റ റക്അത്തിൽ നേരം വെളുപ്പിക്കുമായിരുന്നു. അവിടെ പിന്നെ 8, 3, 11, 20, 40 ഒന്നും കണക്ക് നോക്കാൻ ആർക്കാ കഴിയുക പ്രിയപ്പെട്ടവരെ? ഒറ്റ റക്അത്ത് കൊണ്ട് നേരം വെളുപ്പിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം തങ്ങളുടെ പ്രിയങ്കരായ സഹാബാക്കളിൽ നമുക്ക് ആ പതിവ് കാണാൻ കഴിയും. താബിഈങ്ങളിൽ നമുക്ക് ആ പതിവ് കാണാൻ കഴിയും. ഇമാമിയങ്ങളിൽ, അയിമത്തുൽ മുജ്തഹിദുകളിൽ നമുക്ക് ആ പതിവ് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആ ഇബാദത്ത് നമ്മുടെ ഉള്ളിൽ തട്ടി സമർപ്പിക്കുന്ന ഒരു ആരാധനാ കർമ്മമായി മാറുമ്പോഴാണ് അതിന് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത ഉണ്ടാവുക, വിലയുനില ഉണ്ടാവുക.